നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയതിന്റെ പേരിൽ രക്ഷിതാക്കൾ കയറെടുക്കേണ്ട അവസ്ഥയാണെന്ന് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുരേന്ദ്രനാഥ്. ബാലികേറാമലയായി ഒരു അപേക്ഷാ ഫോറം. റേഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം നാട്ടുകാരെ വട്ടം ചുറ്റിക്കുന്നതായി പരാതി. കർഷകദ്രോഹ നയങ്ങളുമായി വീണ്ടും സപ്ലൈകോ. രജിസ്ട്രേഷൻ നടത്താത്ത കർഷകരുടെ സാമ്പത്തിക ബാധ്യത സപ്ലൈകോ ഏറ്റെടുക്കണമെന്ന് കിസാൻ ജനതാ സംസ്ഥാന സെക്രട്ടറി വെളിയനാട് മാത്തച്ചൻ. പനിപ്പേടിയകന്നു. കുട്ടനാട്ടിൽ താറാവ് വിപണിയിൽ ഉണർവ്. കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് താറാവ് കർഷകർ. വാർത്തകൾ വിശദമായി. ഉദാരമായ വ്യവസ്ഥയിലും പലിശ നിരക്കിലും വായ്പ നൽകണമെന്ന റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങളെയും സർക്കാരിന്റെയും കോടതിയുടെയും ഉത്തരവുകളെയും ബാങ്കുകൾ നഗ്നമായി ലംഘിക്കുകയാണെന്ന് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുരേന്ദ്രനാഥ്. ജപ്തികൾ, കോടതി കേസുകൾ, വക്കീൽ നോട്ടീസുകൾ, ഭീഷണി എന്നിങ്ങനെ ബാങ്കുകളുടെ ഭീഷണി അനുദിനം വർദ്ധിക്കുകയാണ്. അതിനനുസൃതമായി ആത്മഹത്യയും പെരുകുകയാണ്. കാര്യങ്ങൾ ഇത്രയും വഷളായിട്ടും സർക്കാർ ഫലപ്രദമായ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും സുരേന്ദ്രനാഥ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ആവേശം അധികാരികൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഇത് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആവശ്യം ന്യായമായിട്ടുള്ളതാണ്. അത് ശ്രദ്ധിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെങ്കിൽ അത് നടപ്പിലാക്കി കിട്ടാൻ INPA ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തി. ഇതിനെ കൊച്ചായി കാണേണ്ടതില്ല നമ്മുടെ അധികാരികൾ. ഇവിടെ രണ്ടു വഴിയായി പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഒരു വഴിയായി പോകുന്നുണ്ട്. നാളെ അതുപോലും സാധിക്കാത്ത രൂപത്തിൽ വലിയ പ്രക്ഷോഭമായിട്ട് ഇത് മാറും എന്നുകൂടി അധികാരികളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എന്താണ് നമ്മൾ ഇവിടെ ഉന്നയിക്കുന്ന ആവശ്യം? ആരാണ് ഈ രക്ഷിതാക്കളെ അവരുടെ കുട്ടികളെ നഴ്സിംഗ് പഠിക്കാൻ പ്രേരിപ്പിച്ചത്? INPA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നന്ദനൻ വലിയപറമ്പ് അധ്യക്ഷനായി. PK ശിവാനന്ദൻ, KJ ഷീല, പുഷ്പലത, ഗീത, PC കോശി, രാജൻ ചങ്ങന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വായ്പ പരിപൂർണമായി സർക്കാർ ഏറ്റെടുക്കുക, ഡോക്ടർ ബലരാമൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടന്നത്. പൊതുജനങ്ങളെ നട്ടം തിരിച്ച് റേഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും കാർഡ് ഉടമകൾക്ക് മനസ്സിലായിട്ടേയില്ല. എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ഗാനം പാടാത്തവർ ഇനി ഉറക്കെ പാടും. കേരള സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന റേഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം ഒന്ന് കയ്യിൽ എടുത്താൽ മതി. ബാക്കിയെല്ലാം തനിയെ വന്നോളൂ. വീട് വൈദ്യുതീകരിച്ചതാണോ എന്ന ചോദ്യത്തിൽ തുടങ്ങി ഗ്യാസ് കമ്പനി, കുടിവെള്ള പദ്ധതി, ഇലക്ട്രിസിറ്റി സെക്ഷൻ കോഡ് വരെ നീളുന്നതാണ് ചോദ്യാവലി. റേഷൻ കാർഡ് പുതുക്കുന്നതിന് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചോദ്യാവലികൾ ഇതാദ്യമായാണെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. ഈ അപേക്ഷാ ഫോറം പൂരിപ്പിക്കണമെങ്കിൽ വളരെ വിദഗ്ധമായ രീതിയിൽ പരിശോധന നടത്തി വിദ്യാസമ്പന്നരായ ആൾക്കാരെ കൊണ്ട് മാത്രമേ പൂരിപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ അപേക്ഷകൾ മുഴുവൻ വെട്ടിത്തിരുത്തിൽ അവസാനിക്കുന്നതാണ്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് പ്രിന്റ് ചെയ്ത് വെച്ച് കാർഡുടമകളെ വിഷമിപ്പിക്കുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ കാർഡുടമകൾ ആപ്ലിക്കേഷൻ ഫോമുമായി മറ്റ്
പല സ്ഥലത്തും പല ആൾക്കാരെ സമീപിച്ച് 50 രൂപ 100 രൂപ വീതം കൊടുത്താണ് അപേക്ഷാ ഫാറം പൂരിപ്പിക്കുന്നത്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് അപേക്ഷ എഴുത്തുകാരും സജീവമായിരിക്കുകയാണ്. ഒരു ഫോറം പൂരിപ്പിക്കുന്നതിന് 25 രൂപ മുതൽ 100 രൂപ വരെയാണ് പലയിടങ്ങളിലും ഈടാക്കുന്നത്. സത്യസന്ധമായും വ്യക്തമായും കൃത്യതയോടെയും രേഖകൾ പൂരിപ്പിച്ച് അനുബന്ധ രേഖകൾ സഹിതം ബന്ധപ്പെട്ട റേഷൻ കടകളിൽ ഏൽപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ അവ്യക്തമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായി എങ്ങനെ ഉത്തരമെഴുതുമെന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ക്യാമറമാൻ സനോജിനൊപ്പം സാനു കെ സജീവ്, KCV ന്യൂസ്. മുൻകാലങ്ങളിൽ വിളവെടുപ്പ് കഴിഞ്ഞ് കർഷകരുടെ രജിസ്ട്രേഷൻ നടത്തിയിരുന്ന സപ്ലൈകോയാണ് രജിസ്ട്രേഷൻ കാലാവധി നീട്ടി നൽകാതെ കർഷകരെ വട്ടം ചുറ്റിക്കുന്നതെന്ന് വെളിയനാട് മാത്തച്ഛൻ. രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാതെ വന്ന 3222 കർഷകരുണ്ട്. ഇവരുടെ നെല്ലിന്റെ പണത്തിന് സപ്ലൈകോ ഉത്തരവാദിത്തം വഹിക്കണം. അല്ലാത്തപക്ഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാൻ ഈ മാസം 31 വരെ കർഷകർക്ക് സമയം അനുവദിക്കണമെന്നും കിസാൻ ജനത സംസ്ഥാന സെക്രട്ടറി വെളിയനാട് മാത്തച്ഛൻ ആവശ്യപ്പെട്ടു. സപ്ലൈകോയ്ക്ക് നെല്ല് കൊടുക്കുവാൻ കുട്ടനാട്ടിലെ കർഷകർക്ക് സാധിച്ചിട്ടില്ലാത്ത അതിന്റെ സാമ്പത്തിക സഹായം സപ്ലൈകോ നൽകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. കുട്ടനാട്ടിൽ ഏകദേശം 3222 കർഷകർക്ക് 1000 ഏക്കർ നെൽപ്പാടത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഏതാണ്ട് 3,80,00,000 രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഇതുമൂലം ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സപ്ലൈകോ നെല്ലെടുക്കുന്നതിന് മുന്നേ പ്രൈവറ്റ് കമ്പനികൾ കുട്ടനാട്ടിലെ കർഷകർ നെല്ല് സംഭരിച്ചിരുന്നു. ആ സംഭരിച്ചതിന്റെ പണം ഇപ്പോഴും കർഷകർക്ക് കൊടുക്കാനുണ്ട്. ഉദാഹരണത്തിന് കോട്ടയത്തെ രാജീവ് ഗാന്ധി സൊസൈറ്റി ഇപ്പോഴും പണം കൊടുക്കാതിരിക്കുന്ന സ്ഥിതിക്ക് രജിസ്ട്രേഷന്റെ കാലാവധി 5-ാം തീയതി എന്നുള്ള 10-ാം തീയതി ആക്കി കഴിഞ്ഞു. പക്ഷിപ്പനി പേടിയെ തുടർന്ന് താറുമാറായ താറാവ് വിപണി വീണ്ടും സജീവമാകുന്നു. ജനങ്ങളിൽ പനിപ്പേടി മാറിയതാണ് വിപണി വീണ്ടും സജീവമാകാൻ കാരണമായത്. കുട്ടനാടിന്റെ ആഘോഷവേളകളിലെ സജീവ സാന്നിധ്യമായിരുന്നു സ്വാദിഷ്ടമായ താറാവുകറി. ക്രിസ്മസും ന്യൂ ഇയറും വള്ളംകളിയും എന്നു വേണ്ട എല്ലാ ആഘോഷങ്ങൾക്കും രുചി പകർന്നിരുന്നത് കുട്ടനാടൻ താറാവുകളെ കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങളായിരുന്നു. എന്നാൽ പക്ഷിപ്പനി എത്തിയതോടെ എല്ലാം തകിടം മറിഞ്ഞു. വിവാഹ പാർട്ടികളിലും ഹോട്ടലിലും തട്ടുകടകളിൽ പോലും താറാവിന് ഭ്രഷ്ട് കൽപ്പിച്ചു. താറാവ് കർഷകരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി സമൂഹം അകറ്റി നിർത്തുകയും ചെയ്തു. വന്നത് പക്ഷിപ്പനിയല്ലെന്നും താറാവ് വസന്ത മാത്രമാണെന്നും വർഷങ്ങളുടെ പരിചയം കൊണ്ട് കർഷകർ പറഞ്ഞിട്ടും അധികൃതർ ചെവിക്കൊണ്ടില്ല. പഴയതുപോലെ ഒരു രീതിയിലുള്ളൊരു കച്ചവടം ആകുന്നില്ല. അതിൽ ഇതൊരു വലിയൊരു വിഷയമായി പോയതുകൊണ്ട് പക്ഷിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് ചാകുന്നുണ്ടായിരുന്നു. താറാവ് വളർത്തുന്ന കാലം മുതൽ താറാവ് 1, 8, 10, 15 ഒക്കെ വെച്ച് ചാകുന്നുണ്ട്. അതുപോലെ അങ്ങനെ വന്നാലും കച്ചവടം അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പക്ഷിപ്പനി എന്നും പറഞ്ഞൊരു വലിയൊരു വിഷയമാക്കി ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ താറാവ് കർഷകർക്ക് കച്ചവടക്കാർക്കും എല്ലാം വലിയൊരു അടി കിട്ടിയിരിക്കുന്നത്. അത് ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു വല്ലാത്ത രീതിയിലായിപ്പോയി. കാര്യം കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വരെ ആയിപ്പോയി. കാര്യം ഇപ്പോൾ ഇതുങ്ങളെ പട്ടിണി കിടാൻ പറ്റത്തില്ല. ഇതുങ്ങളെ പട്ടിണി കിട്ടാൻ ഇത് ചത്തുപോകും. അതിന് ഇതിനും അരി വാങ്ങിച്ചു കൊടുക്കുക, പക്ഷേ കുഞ്ഞുങ്ങൾ പട്ടിണിയിലായിരിക്കുക. അപ്പോൾ അതുപോലൊരു ബിസിനസ് ഇപ്പം നടക്കുന്നില്ല ഈ ഒരു വിഷയം വന്നതോടുകൂടി. അതിന് സർക്കാർ എന്തെങ്കിലും ഒരു നടപടി എടുത്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന്. ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഉൾപ്പെടെ ദ്രുതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഓടിച്ചിട്ട് പിടിച്ച് പിടലി ഞെരിച്ച് താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. താനേ ചത്തതിന് ധനസഹായമില്ല, കൊന്നവയ്ക്ക് ധനസഹായം നൽകും. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അധികൃതർ പറഞ്ഞു പക്ഷിപ്പനി അവസാനിച്ചു, എല്ലാവരും ധൈര്യമായി താറാവിനെ കഴിച്ചുകൊള്ളൂവെന്ന്. എന്നിട്ടും ജനങ്ങളുടെ ഭീതി അകന്നില്ല. ഒടുക്കം താറാവ് കർഷകർ തന്നെ താറാവ് സദ്യ സംഘടിപ്പിച്ചു. ഇത്രയൊക്കെ ആയിട്ടും ജനങ്ങളുടെ ആശങ്ക ഇനിയും തീർന്നിട്ടില്ല. ക്രിസ്മസും പുതുവത്സരവും താറാവ് വിപണിയിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയതുമില്ല. എന്നാൽ ഇപ്പോൾ പേടിയകന്ന് താറാവിനും മുട്ടയ്ക്കുമായി ആൾക്കാർ എത്തിത്തുടങ്ങുന്നുണ്ട്. പഴയപടി ആയില്ലെങ്കിലും കുട്ടനാടൻ താറാവ് വിപണി വീണ്ടും അനക്കം വെച്ച് തുടങ്ങുകയാണ്. പക്ഷിപ്പനി തട്ടിമറിച്ചിട്ട താറാവ് കറിക്കും താറാവിനും താറാമുട്ടയ്ക്കുമൊക്കെ ഇപ്പോൾ ആവശ്യക്കാർ ഏറി വരുന്നു. പൊതുസ്ഥലങ്ങളിൽ ചൂട് പാലപ്പവും താറാവിറച്ചിയും വിതരണം ചെയ്താണ് താറാവ് കർഷകർ ജനങ്ങളുടെ ഭീതി അകറ്റിയത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ താറാവില്ലാതെ കുട്ടനാട്ടുകാർക്ക് എന്താഘോഷമെന്ന് അവർക്ക് തറപ്പിച്ച് പറയാൻ പറ്റൂ. ക്യാമറാമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. ഈ വർഷത്തെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ആദ്യഘട്ടം ഞായറാഴ്ച നടക്കും. 5 വയസ്സിന് താഴെയുള്ള 1,51,155 കുട്ടികൾക്കാണ് ഇത്തവണ പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. പോളിയോ തുള്ളിമരുന്ന് വിതരണം ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ഞായറാഴ്ച ആലപ്പുഴ കടപ്പുറം കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിൽ നടക്കും. KC വേണുഗോപാൽ MP വിതരണം ഉദ്ഘാടനം ചെയ്യും. 1209 ബൂത്തുകൾ വഴി വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അംഗനവാടികൾ, ബോട്ട് ജെട്ടികൾ, വായനശാലകൾ, അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ തുടങ്ങിയ പല സ്ഥലങ്ങളിലും പോളിയോ തുള്ളിമരുന്ന് വിതരണം നടക്കും.
പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരും ആരോഗ്യ പ്രവർത്തകരും പരിപാടിക്ക് നേതൃത്വം നൽകും. നമ്മൾ പൾസ് പോളിയോ പ്രോഗ്രാം ഈ വർഷത്തെ 2015 18-ാം തീയതിയും 22-ാം തീയതിയും ആണ് നടത്തുന്നത്. ഫെബ്രുവരി 18 ജാനുവരിയും 22 ഫെബ്രുവരി 2 ദിവസങ്ങളിൽ. അപ്പോൾ ഇത് 5 വയസ്സിന് താഴെയുള്ള നമ്മളെല്ലാ വർഷവും 95 മുതൽ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമായത്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ കവർ ചെയ്ത അത്രയും ഇതാണ് നമ്മൾ ഈ വർഷം ഇത് ചെയ്യുന്നത്. 1,51,155 കുട്ടികളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മളെടുത്ത് അപ്രോക്സിമേറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. 1,209 ബൂത്തുകൾ, 33 മൊബൈൽ ബൂത്ത്, 30 ട്രാൻസിറ്റ് ബൂത്ത്സ്, 121 സൂപ്പർവൈസേഴ്സ്, 4,714 വോളണ്ടിയേഴ്സ്. വാർത്താ സമ്മേളനത്തിൽ എൻ പത്മകുമാർ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ജേക്കബ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ജനങ്ങളെ പഞ്ചായത്ത് പടിക്കല സമരത്തിലേക്ക് തള്ളിവിട്ടതെന്ന് എടത്തുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു. എടത്തുവയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അവർ. 2010-11 കാലയളവിൽ കുടിവെള്ള വിതരണം നടത്തുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പണം നൽകിയതിന്റെ വർക്കുമായി വരുന്നത് 2014-ലാണ്. ആര് സമരം ചെയ്താലും എതിർക്കില്ലെന്നും സമരം വഴിയെ പൊതുജനങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുള്ളൂവെന്നും അവർ പറഞ്ഞു. സമരങ്ങളോടൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. സമരങ്ങൾ നടത്തണം. സമരങ്ങൾ നടത്തി തന്നെയാണ് ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ളതെല്ലാം സമരങ്ങളിലൂടെ തന്നെയാണ്. അപ്പോൾ ആ സമരങ്ങൾ നടത്തുന്നതിനകത്ത് ഒരു സാങ്കേതികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഒരു സമരത്തിൻ്റെ വക്കിലേക്ക് ഒരാളിനെ എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ ഒരു നിവേദനം സമർപ്പിക്കുകയും അല്ലെങ്കിൽ അവിടെ അവരുടെ ആവശ്യങ്ങൾ പറയും തന്നെ അവർക്ക് പൈസ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒറ്റ പൈപ്പും ഒറ്റ കോളനിയിലേക്ക് 2010-11 അടച്ച പൈസ ഇപ്പോഴാണ് അവർ നിർമ്മാണ പ്രവർത്തനം ഘട്ടത്തിലേക്ക് വരിക. ഇപ്പോഴും ഈ വന്ന് ഉറപ്പ് തന്നെ എങ്ങനെയാണ് ആരും കരാറെടുക്കാൻ തയ്യാറാകുന്നില്ല. കരാറെടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ഓരോ വർഷവും കൂടുന്തോറും റേറ്റിൽ അധികരിച്ച് ഉണ്ടാകും. അതിനനുസരിച്ച് ലെങ്ത് കൊടുക്കും. അതിനെ സംബന്ധിച്ച് നമുക്കറിയത്തില്ല. അവർ പറയുന്നത് അവർക്ക് ഒരുപാട് അന്നത്തെ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വേണ്ട എന്നാണ് കോളനിക്കാർ മുഴുവനും പറയുന്നത്. കാരണം അവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന ഉറപ്പ് പാലിച്ചില്ല. എന്തുറപ്പാണ് പാലിക്കുക? 25-ാം തീയതി നമ്മൾ ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. 25 ആകുന്നതിന് മുമ്പ് 8-ാം തീയതി വീണ്ടും വന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് പാലിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധം തന്നെ. പഠനത്തോടൊപ്പം സാമൂഹ്യ സേവന മനോഭാവവും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഫാദർ തോമസ് പൊരൂർക്കര സെൻട്രൽ സ്കൂൾ സംഘടിപ്പിക്കുന്ന 1 വർഷം 1 വീട് പദ്ധതിയുടെ ഭാഗമായി ചാവറ ഭക്ഷ്യമേള ശനിയാഴ്ച 11-ന് നടക്കും. സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന മേള മുൻ MLA ഡോക്ടർ KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഒരു നിർധന വിദ്യാർത്ഥിക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്,
അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകളിലേക്ക്. വനിതകൾക്കായി ഫാഷൻ ഡിസൈനിംഗ് എംബ്രോയിഡറി പരിശീലനം സംഘടിപ്പിക്കുന്നു. കാനറ ബാങ്ക് കിടങ്ങറ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം നൽകുന്നത്. ഒരാഴ്ചയാണ് പരിശീലന കാലാവധി. താൽപര്യമുള്ളവർ ഈ മാസം 19 മുൻപായി ബാങ്കുമായി ബന്ധപ്പെടണമെന്ന് മാനേജർ അറിയിച്ചു. ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ലഘുലേഖകളും ബോധവൽക്കരണവും പകർന്ന വിദ്യാർത്ഥികളും പോലീസും. രാമഗിരി NSS ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബിന്റെയും രാമഗിരി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വാഹനയാത്രക്കാർക്ക് ബോധവൽക്കരണം നൽകി. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാമഗിരി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ രാമഗിരി ജംഗ്ഷന് സമീപം KSRTC ബസ് അടക്കമുള്ള എല്ലാ വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ലഘുലേഖകൾ വിതരണം ചെയ്തു. റോഡ് നിയമങ്ങൾ പഠിക്കുകയും അതനുസരിക്കുകയും ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കുകയും ചെയ്താൽ മാത്രമേ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് രാമഗിരി സബ് ഇൻസ്പെക്ടർ K. രാധാകൃഷ്ണൻ പറഞ്ഞു. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ അപകടം ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന AC റോഡിലാണ്. അത് ഈ കുട്ടി ഡ്രൈവർമാരിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ തന്നെ ബോധവൽക്കരിക്കുന്നത്. ഈ തലത്തിലും അല്ലാതെ തന്നെ ഈ ടീച്ചേഴ്സ് അവരുടെ പേരൻസിനെ വരുത്തിയിട്ട് പേരൻസിനെ കൂടെ ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ അവർ കുട്ടികളെ നിയന്ത്രിക്കാനായിട്ട് കൂടുതൽ സാഹചര്യം ഉണ്ടാകും. ഇത് ഇപ്പോൾ റോഡ് സേഫ്റ്റി വീക്കാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഈ കുട്ടി ഡ്രൈവർമാരുടെയാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് നമ്മൾ കുട്ടികളിൽ നിന്ന് തന്നെ ബോധം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കാരണം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇപ്പം ഡ്രങ്കൻ ഡ്രൈവിംഗ് കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഡ്രങ്കൻ ഡ്രൈവിംഗ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ കുട്ടി ഡ്രൈവർമാരുടെ ലൈസൻസ് ഇല്ലാതെ ഉള്ള ഈ പരക്കം പായച്ചിൽ ഇതൊക്കെ നമ്മൾ കൂടുതൽ ചെക്കിങ് നടത്തിയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടിപ്പർ ലോറി മൂലമുണ്ട്. ഏറ്റവും കൂടുതൽ ടിപ്പർ ലോറി ആലപ്പുഴ ഭാഗത്തൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. അതുമൂലം ഉണ്ടാകുന്നുണ്ട്. കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ കാവാലം 40 നിവാസികൾ. സ്വകാര്യ കുടിവെള്ള കമ്പനികളിൽ നിന്ന് തീവിലയ്ക്ക് വെള്ളം വാങ്ങിയാണിവർ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പലതവണ അധികാരിയുടെ കുഞ്ഞുങ്ങൾ ചെന്നിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ല. അതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് ദയവായി തന്നുകൊള്ളണം. അതിൻ്റെ കാര്യം വോട്ടിന് ആയിട്ട് വരുമ്പോൾ മാത്രം ഒരു വാഗ്ദാനം ചെയ്യും. കുടിവെള്ളം നിങ്ങൾക്ക് എല്ലാം എത്തിച്ചു തരാം, റോഡ് തരാം എന്നെല്ലാം. ഞങ്ങൾക്കിപ്പം യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ 10-12 വീട്ടുകാർ ഇവിടെ താമസിക്കുക. ഒരു മാർഗങ്ങളും ഇല്ല. രോഗികളായാൽ ഞങ്ങളെ എടുത്തോണ്ട് പോകണം. കറപ്പഞ്ചംഷൻ റോഡിലോട്ട് കൊണ്ടുപോകണം. വഴി പോലും ഇല്ലെന്ന് വേണം പറയാൻ, ഒരു വാഹനം കയറി വരാനായിട്ട്. അപ്പറയാണെങ്കിൽ 2-3 രോഗികൾ കിടക്കുന്നത്. അത് ഞങ്ങൾക്ക് തീരെ എഴുന്നേക്കാൻ പോലും മേലാതെ കിടക്കുന്നവരാ. ഇങ്ങനെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം വറ്റുന്നതല്ലാതെ കുടിക്കാൻ കാവാലംകാർക്ക് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാറില്ല. കുടിക്കാൻ ഒരൽപ്പം വെള്ളം ലഭിക്കുന്നതിനായി കാവാലം പ്രദേശത്തെ ജനങ്ങൾ കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. സമീപത്തെ പാടശേഖരത്തെ വെള്ളമായിരുന്നു 40 നിവാസികളുടെ കുടിവെള്ള സ്രോതസ്. എന്നാൽ പാടശേഖരത്ത് പായൽ നിറഞ്ഞത് മൂലം കുടിക്കാൻ പോയിട്ട് കാൽ കഴുകാൻ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ് ഈ വെള്ളം. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങളും പരാതികളുമായി പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് തങ്ങളുടെ പരിധിയിലുള്ള കാര്യമല്ലെന്നും കുടിവെള്ളത്തിന് വാട്ടർ അതോറിറ്റിയെ സമീപിക്കണമെന്നും പറഞ്ഞ് കൈയൊഴുകിയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. ഓരോ ഭരണക്കാരും വരുമ്പോൾ ഓരോ രീതിയിൽ ഞങ്ങളോട് ഓരോ വാഗ്ദാനങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അതുണ്ടാക്കി തരാം, പെര ഉണ്ടാക്കി തരാം, റോഡ് ഉണ്ടാക്കി തരാം, വെള്ളം നിങ്ങളുടെ വാതുക്കെ വരും, എല്ലാം വരും. പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു 10-12 വീട്ടുകാർക്ക് ഒരു രക്ഷയില്ല. 50 രൂപ കൊടുത്താൽ ഒരു ബക്കറ്റ് വെള്ളം കിട്ടും. അത് 3-4 തവണ ഒരു സ്ഥലത്ത് വെച്ച് വേണം ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുവരാൻ. അതിനുള്ള മാർഗമൊന്നും ഞങ്ങൾക്ക് വേറെ രീതിയിൽ ഒരു മാർഗവും ഇല്ല. ഒരു പൈപ്പ് ലൈനും ഇല്ല. ഇതിനു മുമ്പ് ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് ഒരു മെമ്പർ ഞങ്ങൾക്ക് ഉദയൻ എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ടായിരുന്നപ്പോൾ ഒരു പൈപ്പ് ഞങ്ങൾക്ക് ഇവിടെ സ്ഥാപിച്ചു തന്നു. അത് നമ്മുടെ കറുപ്പൻ ജംഗ്ഷന്റെ അവിടെ. അത് അടിയിട്ടാലും 2 കുടമെങ്കിലും കിട്ടുമായിരുന്നു. പിന്നെ ഇപ്പം അതും ഇല്ലാതെ ഇപ്പം കുറേ വർഷമായിട്ട് ഓരോരുത്തർ വരുമ്പോൾ ഓരോന്ന് പറഞ്ഞ് അവരങ്ങ് പോകും. ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. വെള്ളം കിട്ടുമോ അല്ലെ വഴി കെട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യും. ഇപ്പൊ ഒരു കുറെ നാളുകളായിട്ട് ആരുമില്ല. ചാണ്ടിയില്ല, ഉമ്മനുമില്ല, ആരുമില്ല. KCV ന്യൂസ് കാവാലം. സംസ്ഥാനതല കേരളോത്സവത്തിൽ റണ്ണറപ്പായ പുളിങ്കുന്ന് ഡോൺസ് YMCAയുടെ ബാസ്കറ്റ്ബോൾ ടീമിന്റെ നേതൃത്വത്തിൽ റൺ കേരള റണ്ണിന്റെ മുന്നോടിയായി ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് പുളിങ്കുന്ന് ന്യൂ ബസാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി
ഇന്ത്യൻ സർവീസ് ബാസ്കറ്റ്ബോൾ താരം ജിജിൻ കെ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്യും. തലവടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദി സ്മാരക കവാടത്തിന്റെ ശിലാസ്ഥാപനവും ഫണ്ട് പിരിവിന്റെ ഉദ്ഘാടനവും നടന്നു. സ്മാരക കവാടത്തിന്റെ ശിലാസ്ഥാപനം ഡോക്ടർ ആർ.വി. നായർ നിർവഹിച്ചു. ശതവാർഷിക ഫണ്ടിന്റെ വിതരണം എൻ.ജി. ചാക്കോയും ആനന്ദൻ നമ്പൂതിരിയും ചേർന്ന് പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കഴിഞ്ഞ ഇതിന്റെ സ്വാഗത സംഘം രൂപീകരണം തൊട്ട് നമ്മൾ 8 സബ് കമ്മിറ്റികൾ കൂടിക്കൊണ്ടായിട്ട് സബ് കമ്മിറ്റികളുടെ പല ആലോചന യോഗങ്ങൾ നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ വരുന്ന ഫെബ്രുവരി മാസം 12-ാം തീയതി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിലെ ജലവകുപ്പ് മന്ത്രി മുൻ വിദ്യാഭ്യാസ മന്ത്രി ഈ സ്കൂളിന് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബഹുമാനപ്പെട്ട ശ്രീ പി. ജോസഫിന്റെ കാലഘട്ടത്തിലാണ്, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് മുന്നൊരുക്കമായിട്ടുള്ള 2 പരിപാടികൾ കൂടിയാണ്. സുഭദ്രാദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജെയിംസ് ചുങ്കത്തിൽ, റാംസ ജേറ്റി, ജോജി ജെ വൈലോപ്പള്ളി, സുജ പി.ആർ., ഇ.കെ. അനിയൻ, പി.വി. രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. NSS ശതവാർഷിക സമ്മേളനവും തലവടി പഞ്ചായത്ത് മേഖലാ യോഗവും ഈ മാസം 18-ന് 2:30-ന് മാണത്താറ NSS കരയോഗ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശതവാർഷിക സമ്മേളനം കഴിഞ്ഞ മന്നം ജയന്തിയോടുകൂടി സമാപിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ കരയോഗങ്ങളിലും കുടുംബമേളകളും ആഘോഷങ്ങളും നമ്മൾ നടത്തപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കുട്ടനാട്ടിലെ 72 കരയോഗങ്ങളിലും തലവടി പഞ്ചായത്തിലെ ഉൾപ്പെടെ 6 കരയോഗങ്ങളിലും തലവടി പഞ്ചായത്തിലെ 6 കരയോഗങ്ങൾ ഉൾപ്പെടെ കുട്ടനാട്ടിലെ 72 കരയോഗങ്ങളിലും വളരെ വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ നടത്തപ്പെടുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ വരുന്ന 18-ാം തീയതി തലവടി പഞ്ചായത്തിലെ ഒരു പ്രവർത്തക സമ്മേളനം നമ്മൾ നടത്തുകയാണ്. അതിൻ്റെ യോഗം നടക്കുന്നത് മാണത്താറ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ഈ വരുന്ന 18-ാം തീയതി ഉച്ചയ്ക്ക് 2:30-നാണ് യോഗം നടത്തപ്പെടുന്നത്. അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ളത് പ്രൊഫസർ കെ പി നാരായണപിള്ള, യൂണിയൻ വൈസ് പ്രസിഡന്റ്. അതിൻ്റെ ഉദ്ഘാടകൻ പി.കെ. രാധാകൃഷ്ണൻ പണിക്കർ, താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്. അതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കെ.ആർ. രാജൻ, NSSന്റെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. കരയോഗ മന്ദിര ഹാളിൽ നടക്കുന്ന യോഗം NSS കുട്ടനാട് താലൂക്ക് പ്രസിഡന്റ് പി.കെ. രാധാകൃഷ്ണ പണിക്കർ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ പ്രൊഫസർ കെ.പി. നാരായണപിള്ള അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ A.R. രാജൻ മുഖ്യ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ജയകുമാർ, രാധാകൃഷ്ണൻ ഉദയനാപുരം, P.V.S. നായർ, വിശ്വം തോട്ടത്തിൽ, വേണുഗോപാൽ, രാധാകൃഷ്ണ കൈമൾ എന്നിവർ പങ്കെടുത്തു. തിരുവല്ല ലായിക്കാട് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ ഗുരുപൂജ മഹോത്സവം ഈ മാസം 21 മുതൽ 23 വരെ നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും എഴുന്നള്ളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചരമവാർത്തകൾ. ചമ്പക്കുളം അമിച്ചകരി പൊങ്ങമ്പള്ളിൽ P.K. പൊന്നപ്പൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാവാലം കുന്നുമ്മ കിഴക്ക് ഏഴരച്ചിറ വീട്ടിൽ തങ്കമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൈനഗരി തോട്ടുവാത്തര നെല്ലാക്കുന്ന് വീട്ടിൽ ചെല്ലപ്പൻ 65 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. കുറിച്ചി പാപ്പാഞ്ചിറ മൈലമൂട്ടിൽ കരുണാകരൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയതിന്റെ പേരിൽ രക്ഷിതാക്കൾ കയറെടുക്കേണ്ട അവസ്ഥയാണെന്ന് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുരേന്ദ്രനാഥ്. ബാലികേറാമലയായി ഒരു അപേക്ഷാ ഫോറം. റേഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം നാട്ടുകാരെ വട്ടം ചുറ്റിക്കുന്നതായി പരാതി. കർഷകദ്രോഹ നയങ്ങളുമായി വീണ്ടും സപ്ലൈകോ. രജിസ്ട്രേഷൻ നടത്താത്ത കർഷകരുടെ സാമ്പത്തിക ബാധ്യത സപ്ലൈകോ ഏറ്റെടുക്കണമെന്ന് കിസാൻ ജനത സംസ്ഥാന സെക്രട്ടറി വെളിയനാട് മാത്തച്ചൻ. പനിപ്പേടിയകന്നു. കുട്ടനാട്ടിൽ താറാവ് വിപണിയിൽ ഉണർവ്. കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് താറാവ് കർഷകർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.